നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. തീർച്ചയായും ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. പരമാവധി കോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഒരുപാട് കോളുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് കോളുകൾ ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാറില്ല. കഴിവതും വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാനായി ശ്രമിക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, വായനയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ പറഞ്ഞ ആ ഒരു കാര്യം അനുസരിച്ച് ചെയ്യുക. ഐ ലവ് യു എന്ന് പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തി എന്താണോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിയുമായി നിങ്ങൾ ഉറപ്പായിട്ടും സന്ദേശങ്ങൾ അയക്കാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയാണെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നു. നിങ്ങളാണെങ്കിൽ പോലും മറ്റു കാര്യങ്ങളും മറ്റു വിനോദകരമായ പരിപാടികളും സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളും വളരെയധികം ദുഃഖത്തിൽ നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നിങ്ങൾ തമ്മിൽ ഫോണുകളിലൂടെയുള്ള സംഭാഷണമോ അല്ലെങ്കിൽ സന്ദേശം അയക്കുന്ന രീതികളോ ഒന്നും തന്നെയില്ല. കാലാകാലങ്ങളായി നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തോ വഴി ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി കുറച്ച് ദൂര സ്ഥലത്ത് ആയിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ വന്ന് ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി ചിന്തിക്കുന്നു. അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നിങ്ങളുമായി സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പഴയ കാലങ്ങൾ, അത് ഈ വ്യക്തി എന്നേക്കുമായി മറക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ആ കഴിഞ്ഞുപോയ മോശപ്പെട്ട കാലത്തെക്കുറിച്ച് സംസാരിച്ച് അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ഈ വ്യക്തിയാകാം. പക്ഷേ ഈ വ്യക്തി കൂടുതലും കുറ്റപ്പെടുത്തിയത് നിങ്ങളെ തന്നെയാണ്. അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഈ വ്യക്തി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകണം. ആ ചോദ്യം ചെയ്യലിൽ ഈ വ്യക്തി രക്ഷപ്പെടുവാൻ വേണ്ടി ആ ഒരു കുറ്റം കൂടെ നിങ്ങളുടെ തലയിൽ അടിച്ചമർത്തിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സംഭാഷണത്തോടുകൂടി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായതോടുകൂടിയാണ് നിങ്ങളാണെങ്കിലും മുഴുവനുമായി തകർന്നു പോയത്. നിങ്ങൾ പലതരത്തിലും നിങ്ങളുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകലം പാലിക്കാനും കുറച്ചധികം നാളത്തേക്ക് ഈ ഒരു പ്രണയബന്ധം നിർത്തിവെക്കാനും തീരുമാനിച്ചത്. ഈ ഒരു ഡെത്ത് സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിന് ഇപ്പോൾ ജീവനില്ല, മരവിച്ച അവസ്ഥയാണ് കാണിക്കുന്നത്. സന്ദേശങ്ങളില്ല, വിളികളില്ല, അന്വേഷണങ്ങളില്ല, ഒന്നും തന്നെയില്ല. പക്ഷേ രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ എവിടെയൊക്കെയോ കോർത്തിണങ്ങിക്കിടക്കുന്നു.
അതിൻ്റെ ഒരു ഭാഗമായി പലതരത്തിലുള്ള പ്രപഞ്ചശക്തിയുടെ അടയാളങ്ങൾ നിങ്ങൾ രണ്ടുപേരും കാണുന്നതായി കാണുന്നു. അത് ശലഭങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇണക്കുരുവികളായിട്ടോ അല്ലെങ്കിൽ മഴവില്ലായിട്ടോ, അതുമല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ രൂപസാദൃശ്യമുള്ള മറ്റാരെങ്കിലും നിങ്ങൾ അപ്രതീക്ഷിതമായി കാണുകയോ അല്ലെങ്കിൽ ഈ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു ഡെത്ത് സിറ്റുവേഷനിലാണ്, അതായത് ഒരു മരവിച്ച അവസ്ഥയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വ്യക്തി വളരെ വേഗത്തിൽ പ്രത്യക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും പ്രണയബന്ധം സ്വീകരിച്ചോ, മറ്റാരെങ്കിലും മനസ്സിലേക്ക് കൊണ്ടുവന്നോ, ഈ വ്യക്തിയെ മടുത്തുവോ, ഇത്തരത്തിലുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഓഫ് വാൺസ് തലകുത്തനെയാണ് ലഭിച്ചിട്ടുള്ളത്. 5 ഓഫ് കപ്സ് ആണെങ്കിൽ പോലും ആ ഒരു സ്നേഹത്തിൻ്റെ വിളക്കുകൾ അത് കിടത്തി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കാർഡാണ് സൂചിപ്പിക്കുന്നത്. ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിൽ വരണമെന്ന്. ചില സമയത്ത് ഈ വ്യക്തി വിചാരിക്കും ഇതൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ ഇത് ഒരു വിജയത്തിലേക്ക് പോകില്ല എന്നുള്ള രീതിയിലും ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല വ്യക്തികളുമായി, ചിലപ്പോൾ കൂട്ടുകാരോടായിരിക്കാം, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരോടായിരിക്കാം, ഈ വ്യക്തിയുടെ അടുത്ത സുഹൃത്തുക്കളോടായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഈ വ്യക്തി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായി അകന്നു നിൽക്കുന്നതിൽ ഈ വ്യക്തി ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുമുണ്ട്. കാരണം ഏതൊരു സാഹചര്യത്തിൽ ഈ വ്യക്തി ചെയ്തിട്ട് പോയ തെറ്റ് ന്യായീകരിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ പ്രധാന കുറ്റം എന്ന് പറയുന്നത് സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് എതിരെ നിൽക്കുന്ന വ്യക്തിയെ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കിയെടുക്കുന്ന ഒരു തരത്തിലുള്ള വക്രബുദ്ധിയാണ്. പക്ഷേ അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയം കൊണ്ടുവരില്ല. ഇങ്ങനെ പോയാൽ ഒറ്റപ്പെട്ടു പോകും, ഈ വ്യക്തിയുടെ കൂടെ ആരും ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ വ്യക്തി പല സത്യങ്ങളും, ഈ വ്യക്തിയുടെ തെറ്റുകുറ്റങ്ങൾ, ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പിഴവുകൾ, ഇതെല്ലാം ഈ വ്യക്തി സാവധാനം മനസ്സിലാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം, ആരോടെങ്കിലും തുറന്ന് പറയണമെന്നുള്ള ഒരു മനസ്സിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ അടുത്ത സുഹൃത്തുക്കളുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നതായി നമുക്കിവിടെ കാണാം. പക്ഷേ ബോട്ടം ഓഫ് ദ ഡെക്ക് ആണെങ്കിലോ സ്നേഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പേജ് ഓഫ് കപ്സ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പല ദുഷിച്ച പ്രവർത്തികളെക്കുറിച്ച് ഈ വ്യക്തി ഓർക്കുന്നു. ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് ഈ വ്യക്തി നിങ്ങളെ പിരിഞ്ഞ് തേർഡ് പാർട്ടിയുടെ കൂടെ നടന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ മധുരവും പുളിപ്പും കയ്പും എല്ലാം മനസ്സിലായ ഒരവസ്ഥയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയാണോ നിങ്ങളാണോ ഏറ്റവും മികച്ചത് എന്നുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിലേക്ക് ഈ വ്യക്തി വന്നിരിക്കുന്നു. അതിൽ പല സത്യങ്ങളും പല കാര്യങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ പിന്തിരിപ്പിക്കാൻ അനാവശ്യമായിട്ടുള്ള വ്യക്തികളെയും നമുക്കിവിടെ കാണാം. അതാണ് നമുക്ക് ചാരിയറ്റ് കാർഡ് ലഭിച്ചിരിക്കുന്നത്. എന്നാലും ഈ വ്യക്തിക്ക് പണ്ടത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പുരോഗമനം ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.